ജി സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. പാർട്ടി വിട്ട് കെപിസിസി ജനറൽ സെക്രട്ടറി എം.ജെ. ജോബ്. നേതൃത്വം മര്യാദയും മാന്യതയും കാണിച്ചില്ലെന്നാണ് ആരോപണം. ജില്ലയിലെ നേതാക്കളുടെ എതിർപ്പ് മറികടന്നായിരുന്നു ജി സുധാകരനെ UDF പിന്തുണയ്ക്കണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇതോടെ 52 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നതായി കെപിസിസി ജനറൽ സെക്രട്ടറി എം.ജെ. ജോബ് പറഞ്ഞു. ജില്ലയിലെ പല സീറ്റുകളിലും CPIM കോൺഗ്രസ് അഡ്ജസ്റ്റ് ഉണ്ടെന്ന ഗുരുതര ആരോപണവും എം.ജെ. ജോബ് ഉന്നയിച്ചു. ജില്ലയിലെ നേതാക്കളുടെ എതിർപ്പ് മറികടന്നായിരുന്നു ജി സുധാകരനെ UDF പിന്തുണയ്ക്കണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇതോടെ 52 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നതായി കെപിസിസി ജനറൽ സെക്രട്ടറി എം.ജെ. ജോബ്. ജില്ലയിലെ പല സീറ്റുകളിലും CPIM കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നും എം.ജെ. ജോബ്. അന്തർധാര അല്ലെങ്കിൽ ഒത്തുതീർപ്പ് കമ്മ്യൂണിസ്റ്റ് ദൈവദാസന്മാർ കാർപ്പന്റർമാരെ പണി ചെയ്യുന്നുണ്ട്. മനസ്സിനിണങ്ങിയ സാധനത്തിന് സൃഷ്ടിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിന് കോൺഗ്രസിന്റെ കുറച്ചു പേരുടെ പിന്തുണയുണ്ട്. പാർട്ടി വിട്ട എം.ജെ. ജോബ് BJPയിലേക്കെന്നാണ് സൂചന. പ്രാദേശിക നേതൃത്വത്തോടൊരു മെമ്പർഷിപ്പ് ചോദിച്ച് തന്നാൽ ഞാൻ ചിലപ്പോൾ അതിനകത്ത് ചേരുമെന്നാണ് പറഞ്ഞത്. അവര് തരണം. UDF പിന്തുണ ലഭിച്ചുവെന്ന കാര്യത്തിൽ ജി സുധാകരൻ പ്രതികരിച്ചില്ല. സാമുദായിക നേതാക്കളെ കണ്ട് പിന്തുണ തേടി. കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും പെരുന്നയിൽ NSS ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരെയും സന്ദർശിച്ചു. തന്നോട് പിന്തുണ തേടിയിട്ടില്ലെന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് അറിയിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ. സ്ഥാനാർത്ഥികളെല്ലാം SNDP നിലപാട് അമ്പലപ്പുഴ മാത്രമല്ല, മൊത്തമല്ലേ. ആ മൊത്തം എടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം നിർണയിച്ച് വരട്ടെ, അപ്പൊ നമുക്ക് അഭിപ്രായം പറയും. ഇന്നലെ MSF സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ അദ്ദേഹം പങ്കെടുത്തു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടിനോടനുബന്ധിച്ച് അവിടെയും നേരിട്ടെത്തി വോട്ട് തേടിയിരുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ.